70 കൊല്ലം മുജാഹിദുകൾ പൂത്തിവച്ച ഹദീസ് ബുദ്ധി കൊണ്ട് മതം മനസ്സിലാക്കുന്നത് കുറച്ചു കാലത്തേക്ക് മാറ്റിവെച്ചു എന്നവകാശപ്പെട്ടുകൊണ്ട് മൗലവിമാര് പുറത്തെടുത്തപ്പോൾ 70 കൊല്ലത്തെ ഖുറാഫത്ത് ഹക്കായി മാറുകയാണ്. ഇനിയോ 70 കൊല്ലം പറ്റാത്ത സിഹ്ർ ഇപ്പൊ പറ്റാണ്. കണ്ണേറ് തട്ടുമെന്ന് പറഞ്ഞു എന്ന് മാത്രല്ല, തട്ടിയ കണ്ണേറിന് ചികിത്സിക്കുകയും വേണം. അങ്ങനെ മുജാഹിദുകളുടെ കൂട്ടത്തിൽ കണ്ണേറ് ചികിത്സ ചാലിയത്തും കടലുണ്ടിയിലുമുള്ള ഞങ്ങൾ ആദരണീയരായ സാദാത്തുക്കള് അള്ളാഹുവിന്റെ മതത്തിലുള്ള പ്രമാണത്തെ മുറുകെ പിടിച്ച് മുസ്ലിം സമുദായത്തിന് ആത്മീയമായ ധാര പകർന്നുകൊടുത്തു എന്ന കാരണത്താൽ മൗലവിമാരുടെ വൃത്തികെട്ട നാക്കുകൊണ്ട് എത്രയാണ് പരിഹാസത്തിനവർ പാതീഭൂതരായിട്ടുള്ളത്. എന്നാൽ ഞങ്ങളെ സാദാത്തുക്കൾ പോലും കണ്ടും കേട്ടും പരിചയമില്ലാത്ത ചികിത്സ വഹാബിപ്പാളയത്തിൽ അരങ്ങ് തകർത്തു. ഞമ്മള് മുത്തുപേട്ടക്ക് പോകുമ്പോ മുജാഹിദ് പോണ പാണ്ടിക്കാട്, ആ പാണ്ടിക്കാട്ടുള്ള മൗലവി കണ്ണേറിന് ചികിത്സിക്കുന്നു. സക്കരിയ മൗലവി ടിപിക്ക് വേണ്ടി മടവൂരികൾക്കെതിരെ വാടകക്കെടുത്ത് വാടകപ്രഭാഷകനായി നടന്ന കാലത്ത് ആ പാണ്ടിക്കാട്ടെ ചികിത്സക്ക് വേണ്ടി അണികളെ വിടുന്നു. എന്താണ് പാണ്ടിക്കാട് നടക്കുന്ന ചികിത്സയെന്ന് ചികിത്സാരി തന്നെ വിശദീകരിക്കുകയാണ്. കണ്ണേറ് തട്ടിയാലുള്ള ചികിത്സ. അതുകൊണ്ട് കണ്ണേറ് ബാധിച്ചാൽ എന്താണ് ചികിത്സ, എങ്ങനെയാണ് കുളിക്കേണ്ടത്, എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളാണ് കുളിപ്പിക്കേണ്ടത്, എങ്ങനെ പിഴിഞ്ഞു ചേർത്ത് ഔഷധ വീര്യമുള്ളതാക്കി മാറ്റണം, ഇതൊക്കെ കേൾക്കാൻ മനോഹരമല്ലെങ്കിലും കാതും കണ്ണും പൊത്തേണ്ടതുണ്ടെങ്കിലും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഹിഫ്ളുർ റഹ്മാൻ സക്കരിയുടെ ഭാഷയിലെ സലഫിയത്ത് വിടാത്ത മഹോന്നതനായ പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, കേൾക്കാൻ കുറച്ച് വിരസത ഉണ്ടാവും, പക്ഷെ കേൾക്കെല്ലാം നിർവാഹമല്ല. ഒന്ന് കേട്ടോ. ഇമാം സുഹരി പറയാണ്, അവർ സ്കോളേഴ്സ് ഡിസ്ക്രൈബ്ഡ് ദ ടേക്കിംഗ് ഓഫ് ബാത്ത് ആസ് ദിസ്. ഈ രീതിയിലാണ് നമ്മുടെയൊക്കെ പണ്ഡിതന്മാര് നമുക്ക് ഇങ്ങനെ ഈ കണ്ണേറാൽ അത് രോഗിന്റെ മേലെ ഒഴിക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ കുടിച്ച വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ ഒതെടുത്ത വെള്ളം കൊടുക്കണം എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, അത് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പണ്ഡിതന്മാർ ഈ കുളിയെ ആ ഗുസ്ല് ഇങ്ങനെയാണ് എന്നാണ് നമുക്ക് അവർ വിശദീകരിച്ച്. എങ്ങനെ? എ കണ്ടെയ്നർ ഓഫ് വാട്ടർ ഇസ് ടു ബി ഗിവൺ ടു ദ വൺ ഹൂ കാസ്റ്റ് ദ ഈവിൾ ഐ. ആരുടെ കണ്ണാണ് തട്ടിയെന്ന് നമുക്ക് ഉറപ്പുള്ളത് അല്ലെങ്കിൽ സംശയിക്കുന്നത്, അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുക്കുക, ഒരു ബക്കറ്റിലൊക്കെ ഒരു പാത്രത്തിലൊക്കെ കുറച്ച് വെള്ളം കൊടുക്കുക, എന്നിട്ട് അയാളെ കണ്ട് കുളിക്കാൻ പറയാം അല്ലെങ്കിൽ ഇതിരിക്കുക. അയാൾ എങ്ങനെയാ പഠനം പഠിപ്പിച്ചു കൊടുക്കുക, ഏനമാനോട് നടക്കലല്ല, ആ കുളിയൊക്കെ പഠിച്ച് മനസ്സിലാക്കുക. അതെങ്ങനെയാണ്? ഹീ ഷുഡ് കപ്പ് ഹിസ് ഹാൻഡ്, അതില് കൈയിട്ട് കണ്ട് വെള്ളം കോരിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാ, വായിലെടുക്കുക, വായില് വെള്ളം കൊപ്പളിച്ചിട്ട് അയക്കന്നെ തുപ്പുക. ഇവിടെ തുപ്പി വെള്ളം തുപ്പി വെള്ളൊക്കെയാണ് ഇപ്പോ ചികിത്സ. ഇവിടെ വീരാളി ജമാഅത്തിനെ വിളിക്കുക. ഇവിടത്തെ കാര്യം ഇതിനെ കളിയാക്കി പറഞ്ഞേ. അതെന്ത് അറിയോ, മടവീരാളി ജമാഅത്തിനെ പല്ലിയൊക്കെ അടക്കില്ല, മൂമിനികളാരും പല്ലിയേക്കണം. മൂമിനിങ്ങളാണെങ്കിൽ പല്ലിയേക്കണം. അതിപ്പോ മൂമിനിങ്ങളെ കണ്ണേറ് തട്ടിയുള്ള പരിഹാരമല്ലേ, അല്ലാത്തവന്റെ കണ്ണേറ് തട്ടിയാലോ? ഓനിപ്പോ പല്ലേക്കല് പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ലല്ലോ. അപ്പൊ തേക്കാത്ത തങ്ങന്മാര് വള്ളം മന്ത്രിച്ചൂതിങ്ങാണ്ട് അയിര് വല്ല ഉമിനീരും തട്ടിയാലും മുജാഹിദിന് പള്ളിയിലുള്ള പെണ്ണുങ്ങളെ മാതിരി ഓക്കാനങ്ങനെ വരില്ല. ഇപ്പൊ മുജാഹിദിന് ഓക്കാനം വരുന്നത് എന്താ നിങ്ങള്? കണാരനാണെങ്കിലും കുമാരനാണെങ്കിലും വേണ്ടില്ല, കുമാരന്റെ കണ്ണേറ് തട്ടിന്ന് കണ്ട ബക്കറ്റ് വള്ളയിട്ട് പോണം. മർക്കസിക്ക് തിരുകേശം മുഖ്യ വള്ളത്തിനല്ല ഈ പോണത്. പിന്നെ ആരെ കണ്ണേറാ തട്ടിയത് ഓന്റെ അടുത്തേക്ക് വള്ളയിട്ട് പോകുക, ഓന് വെള്ളം കുലുക്കുയാൻ കൊടുക്കുക, ഓന്റെ ബർക്കത്താക്കപ്പെട്ട തൊള്ളിയിലെ വെള്ളം ആ ബക്കറ്റിക്ക് തന്നെ ബഹുമാനത്തോടെ ഏറ്റുവാങ്ങുക, എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് കാട്ടേണ്ട പണി മൂപ്പര് പറഞ്ഞു തരും. മോമിനിങ്ങളെ ആര് പല്ലേക്കണം, 5 നേരം നിൽക്കലോ, അതിന്റെ മുമ്പൊക്കെ ബ്രഷ് ചെയ്യാം. എന്താണ് റസൂൽ ഇഷ്ടപ്പെട്ട സംഗതിയായിരുന്നത്. റസൂൽ പറയാൻ എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവൂലായിരുന്നു, ഞാൻ കൽപ്പിക്കുമായിരുന്ന അതല്ല. അതൊക്കെ മുസ്ലിമിന്റെ സ്വഭാവത്തിലുണ്ടാവും. അപ്പൊ പിന്നെ അവന്റെ തുപ്പയിലും അവന്റെ തുപ്പത്തിന്റെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നിങ്ങളെ ദിനമായിരുന്നു ആളൂല, മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ വെള്ളം പുറത്ത് കളയരുത്. പിന്നെ ഈ ബക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബക്കറ്റ് എവിടെ നിങ്ങൾ ബക്കറ്റ് നിലത്ത് വെക്കരുത്. ഈ ബക്കറ്റ് നിലത്തല്ല വെക്കേണ്ടത്,
ഈ ബക്കറ്റ് എന്തെങ്കിലും ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു പലയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിലായി ബക്കറ്റ് വെക്കരുത്. നിലത്ത് വെക്കരുത്. എന്താ വെക്കരുത്? അത് വെക്കരുത് തന്നെയാണ്. വെക്കരുത് തന്നെ. എന്താ വെക്കരുത്? വെക്കരുത് തന്നെ. എന്താണ് ആ വള്ളത്തിലുള്ളത്? കുമാരൻ കുൽക്കുഞ്ഞു തുപ്പിയത്. മർക്കസ് കൊണ്ട് തന്നെ തിരുകേശം മുഖ്യ വള്ളത്തിലുള്ളത് എന്താ? ഹബീബിന്റെ തിരുകേശം മുഖ്യ വള്ളം. അബക്കറ്റ് വലത്ത് വെക്കരുത് കാരണം മാപ്പിളർക്ക് സംഗതി തിരി. ഞങ്ങൾക്ക് ചികിത്സ ഉണ്ട്. പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടതൊക്കെ ഞങ്ങൾക്ക് ഇസ്ലാം തന്നെയാണ്. പക്ഷേ വഹാബികൾ ഈ ജാതിയൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത ചിറി വരുന്നു എന്നതാണ് ഞങ്ങളെ ചിരിപ്പിക്കുന്ന വസ്തുത. അത് വെക്കരുത് തന്നെയാണ്. മനസ്സിലല്ലേ? അത് ആദ്യം ഈ വെള്ളം കുറച്ച് വെള്ളം എടുക്കുക. അതിൽ വെള്ളം ഒരു തവണ കൊപ്പിളിച്ചിട്ട് അരിക്കാൻ തന്നെ തുപ്പുക. 2 വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക? മുഖം കഴുകുക. 3 ഇടത്തെ കൈകൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കൈയിന്റെ ഉള്ളകൈയിന്റെ മനസ്സിലല്ലേ അവിടെ കഴുകുക. എന്നിട്ട് ഉള്ള കൈയിന്റെ അത് കൈപ്പത്തിയും ഒക്കെ ഉണ്ടല്ലേ നമ്മൾ വാച്ചിട്ടുണ്ട് അതുവരെ കൈ കഴുകുക. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കൈ കഴുകുക. പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് ഇടത്തെ കൈ കൊണ്ട് കഴുകുക. ഇതിന് കഴിഞ്ഞതിന് ശേഷം ഇടത്തെ കൈ കൊണ്ട് വീണ്ടും വെള്ളം കോരിയിട്ട് കൈ മുട്ട് വരെ കഴുകുക. ഏത്? വലത്തെ കൈ. എങ്ങനെ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കൈയിന്റെ മുട്ട് വരെ കഴുകുക. പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് ഇടത്തെ കൈയിനെയും അതുപോലെ മുട്ട് വരെ കഴുകുക. പിന്നെന്ത് ചെയ്യാ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കാലിന്റെ അടിഭാഗം ഇവിടെ നിരണിക്ക് താഴെ കഴുകുക. ഇങ്ങളിപ്പോ എവിടെയാ? ഇയാള് ഹൗലും കരക്കത്തെ ഏർപ്പാടല്ലേ ഈ പറയുന്നത്? ഇതാ മറ്റേ വക്കറ്റിന്റെ മുന്നിലുള്ള ചെയ്യണ പണിയാ. എങ്ങനെ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് വലത്തെ കാലിന്റെ നിരയാണ്ട് താഴെ ഭാഗം കഴുകുക. എന്നിട്ട് അതിനുശേഷം വലത്തെ കൈ കൊണ്ട് അതൊക്കെ ഈ ബക്കറ്റ് കാണും. കാല് ഏയ് ഒരു തുള്ളി പുറത്തു പോകരുത്. പോരിശിയാക്കപ്പെട്ട വള്ളാതെ മുജാഹിദിനെ കഴുകുക. എന്നിട്ട് അതിനുശേഷം വലത്തെ കൈ കൊണ്ട് അതൊക്കെ ഈ ബക്കറ്റ് കാണും. കാല് പൊക്കി ഇതേമാതിരി കൈയ്ക്ക് കാണിച്ച് കാലൊക്കെ അതിന്റെ മുകളിൽ പൊക്കിട്ടാ ചെയ്യാൻ. പിന്നെന്ത് ചെയ്യാ? വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് ഇടത്തെ കാലിന്റെ നിരണിക്ക് താഴെ കഴുകുക. പിന്നെന്ത് ചെയ്യാ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരുക. എന്നിട്ട് വലത്തെ കാലിന്റെ മുട്ടിന്റെ താഴെ കഴുകുക. ഇതൊക്കെ ഓരോ തടഞ്ഞു മതി. എങ്ങനെ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് വലത്തെ കാലിന്റെ മുട്ട് വരെ കഴുകുക. പിന്നെന്ത് ചെയ്യാ? പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് ഇടത്തെ കാലിന്റെ മുട്ടിന്റെ താഴത്ത് കഴുകുക. എന്നിട്ട് എന്ത് ചെയ്യാ? അതിനുശേഷം വെള്ളം കയ്യിൽ നനച്ചിട്ട് ശരീരത്തോട് ഏറ്റവും ഒട്ടിച്ചേർന്ന വസ്ത്രം ഉണ്ടാവും. അത് ലിസാർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ലിസാറിന്റെ എന്താണ് അടിവസ്ത്രം ഉണ്ടല്ലോ ലിസാർ. ഈ ലിസാറിന്റെ ശരീരത്തോട് ചേർന്നൊരു ഭാഗം അരക്കെട്ട് ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക്കും എന്തിനാ അവിടെ ഇങ്ങനെ കെട്ടിമറിയണത്? പറഞ്ഞാ തിരിഞ്ഞില്ലപ്പത്. ബെൽറ്റൊക്കെ ആ ഭാഗം ടൈറ്റായിരിക്കുമല്ലോ. ആ ഭാഗത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ തടവുക. ഒറ്റ കൈകൊണ്ട് നിങ്ങൾ ചുറ്റുഭാഗത്ത് കൂടെ തടവിയാൽ ഉള്ളിലൂടെ, പുറത്തുകൂടെ അല്ല. ഉള്ളുകൂടെ പുറത്തുകൂടിയല്ല. ഓൻ വേറൊരു വല്ലുളിക്ക് വേറെ വകറ്റും പക്കത്ത് ചെല്ലേണ്ടി വരുന്നു മാത്രം. ഉള്ളുകൂടെ നിങ്ങൾ തടവിയിട്ട് ആ കയ്യിൽ മുക്കുക. ഇതാണ് ഗുസ്ല്. അതാണ് കുളി. കുതിരവട്ടത്തുണ്ടോ ജാതി കുളി? ഇതാണ് ഗുസ്ല്. അതാ മുജാഹിദിന്റെ കുളി. എന്നിട്ട് ഈ വെള്ളം ചെയ്യാ. ഈ വെള്ളമാണ് രോഗിയുടെ തലയിൽ കൂടെ ഒഴിക്കുക. എങ്ങനെ? പിൻഭാഗത്ത് നിന്ന്. മുമ്പ് കൂടെ ഒഴിച്ചാൽ കൈപ്പാട്ടുന്നാണെങ്കിൽ പള്ളർച്ച കിട്ടുമെന്ന് ഉറപ്പല്ലേ ആ ജാതി വെള്ളം? അപ്പൊ സഹോദരൻ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് മുജാഹിദിന്റെ ഭാഷയിലാണ്. മുജാഹിദിന്റെ ഭാഷ